ഡോക്ടർ, മൈഗ്രെയിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്താണ്? അതുപോലെ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ തന്നെയാണ് പരിഹാരം. പിന്നെ മരുന്ന് നമുക്ക് വേണ്ട വിധം ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി, ഡോക്ടറിൻ്റെ അഭിപ്രായത്തോടു കൂടി നമുക്ക് മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ നൂതന ചികിത്സാ രീതി എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ ബോട്ടോക്സ് ഉണ്ട്. ഇഞ്ചക്ഷൻ അത് മൈഗ്രെയിന്, ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ മൈഗ്രെയിൻ വിട്ടുമാറാതെ ഡെയിലി ഹെഡേക്കായിട്ട് ഇങ്ങനെ കുറേ പേർക്ക് കഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് മരുന്ന് കഴിച്ചാലും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള മെഡിസിൻസ് കഴിച്ചാലും ചിലർക്ക് മൈഗ്രെയിൻ ഒരളവ് വരെ നമുക്ക് കുറച്ച് നിർത്താം. എന്നാലും അതിന് പരിഹാരമില്ലാതെ ഡെയിലി തലവേദന വരുന്ന അവസ്ഥ, അതായത് മരുന്നിൽ, അതായത് ഓറൽ മെഡിക്കേഷൻസിൽ കുറവ് വരാത്ത കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും എന്തായാലും. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് നമുക്ക് ഇഞ്ചക്ഷൻ ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ നമ്മുടെ തലയിലും നെറ്റിയിലും ഒക്കെ പല സൈറ്റിൽ ഇഞ്ചക്ഷൻ ചെയ്താൽ കുറേ പേർക്ക് അതിന് മുക്തി നേടുന്നുണ്ട്. അങ്ങനെ ക്രോണിക് മൈഗ്രെയിൻ പേഷ്യൻസിന് നമ്മൾ മെഡിക്കൽ കോളേജിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇഞ്ചക്ഷൻ ബോട്ടോക്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് കഴിയുന്നതും സ്വന്തം ചികിത്സാ പ്രകാരം, അതായത് ഓവർ ദ കൗണ്ടർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നവർ വളരെ കൂടുതലാണ്. അവർ ഈ NSAIDs, അതായത് പെയിൻ കില്ലേഴ്സ് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കും. ഈ പെയിൻ കില്ലേഴ്സ് പിന്നെ കഴിച്ചില്ലെങ്കിൽ തലവേദന എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകും. അതായത് NSAIDs അബ്യൂസ്, അതായത് ഡ്രഗ് അബ്യൂസ്, ഹെഡേക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ അവസാനം കഴിച്ചില്ലെങ്കിൽ തലവേദന എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകും. അവരെ പ്രത്യേക രീതിയിൽ ചികിത്സിക്കണം. അതുകൊണ്ട് ഓവർ ദ കൗണ്ടർ നമ്മൾ മരുന്ന് വാങ്ങിച്ച് ചികിത്സിക്കാതിരിക്കാൻ വളരെ നന്നായിട്ട് നോക്കേണ്ടതാണ്. പലപ്പോഴും ഡോക്ടർ 3 മുതൽ 6 മാസം വരെ കഴിക്കണമെന്ന് പറഞ്ഞ് തലവേദനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന, അതായത് മെഡിക്കേഷൻസ് പലപ്പോഴും രോഗികൾ 2-3 വർഷം കഴിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അത് വളരെ അനാവശ്യമാണ്. കാരണം ഇത് ക്യൂറബിൾ അല്ല. അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത് എത്ര കാലത്തേക്ക് നീണ്ടു നിന്ന് കഴിക്കും. കഴിച്ചാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് നമ്പർ കുറയ്ക്കാം, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം. പിന്നെ നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് നാളത്തേക്ക് നമുക്ക് വരാതിരിക്കും. പിന്നെയും വരും തലവേദന. എന്തായാലും ഒരു പ്രായം ചെല്ലുമ്പോഴേ നമുക്ക് വരാതിരിക്കാനുള്ള ഒരവസ്ഥ സംജാതമാകത്തുള്ളൂ.